വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി പരിശോധന നടത്തി. ദേവസ്വം വിജിലൻസ് SP-യുമായി സംഘം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ഇന്നത്തെ SIT സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി മടങ്ങിയോ? ദിവ്യ, രാവിലെ 9:30 മുതലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിശോധന ദേവസ്വം ആസ്ഥാനത്ത് ആരംഭിച്ചത്. അവർ ഉദ്യോഗസ്ഥർ രാവിലെ എത്തി ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. ദേവസ്വം വിജിലൻസ് SP V സുനിൽകുമാറുമായിട്ട് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടില്ല. ഈ നേരത്തെ തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഒരു വട്ടം പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ സംഘം ദേവസ്വം ആസ്ഥാനത്ത് വന്ന് പരിശോധന നടത്തിയിരുന്നു. ഈ സംഘത്തിന്റെ രൂപീകരിച്ച് ഉത്തരവായ ശേഷം ഇതാദ്യമായിട്ടാണ് ഈ ദേവസ്വം ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ എത്തുന്നത്. പ്രധാനപ്പെട്ട രേഖകൾ പരിശോധിക്കുക, അതിനോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു, അതിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിലൊരു വ്യക്തത ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് കൂടി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം രാവിലെ മുതൽ തന്നെ ദേവസ്വം ആസ്ഥാനത്ത് പരിശോധന നടത്തുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം. ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ അത് ചെമ്പാക്കി മാറ്റിയ ഉത്തരവിറക്കുന്നത് ദേവസ്വം ആസ്ഥാനത്ത് നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടത്. അപ്പൊ അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രാവിലെ മുതൽ തന്നെ ദേവസ്വം ആസ്ഥാനത്ത് പരിശോധന നടത്തുന്നത്. ദേവസ്വം SP-യുമായിട്ട് കൂടി കൂടിക്കാഴ്ച നടത്തിയ ശേഷമേ സംഘം മടങ്ങുകയുള്ളൂ. ഇപ്പോഴും എന്തായാലും സംഘം ഇവിടെ തുടരുകയാണ്. ഈ അടുത്ത ഘട്ടം എന്നോണം ഇവിടെ നിന്ന് ലഭിച്ച രേഖകളും മറ്റുമൊക്കെ അടിസ്ഥാനത്തിലാകും ഈ പ്രതികൾക്കെതിരായിട്ടുള്ള ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത്. ഒന്നാം പ്രതിയായിട്ട് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏത് സമയത്തും ചോദ്യം ചെയ്യാൻ വേണ്ട മുഴുവൻ രേഖകൾ, അതായത് വ്യക്തമായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കി കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. എല്ലാ രേഖകളും അതിന്റെ സമയക്രമം അനുസരിച്ച് ലഭിച്ച ശേഷം അതിൽ നിന്നായിരിക്കും എന്തായാലും ഈ പ്രതികളുടെ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ ദേവസ്വം യോഗവും ചെയ്യുകയാണ്. രാവിലെ മുതൽ ആരംഭിച്ച ദേവസ്വം ബോർഡ് യോഗം ഇപ്പോഴും തുടരുകയാണ്. ഈ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുറമെ നേരത്തെ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഉണ്ട്. ഈ പ്രതിപട്ടികയിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള K സുനിൽകുമാറുണ്ട്. അപ്പോൾ K സുനിൽകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതിന്റെ ഒരു ചർച്ച ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ തുടങ്ങിയിട്ടുണ്ട്. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് എന്തായാലും പെട്ടെന്ന് നടപടിയെടുക്കാൻ കഴിയില്ല. നിയമവശങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് നേരത്തെ തന്നെ ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നിയമോപദേശം ബോർഡ് തേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്നിപ്പോ ഈ ഉദ്യോഗസ്ഥനെതിരെ K സുനിൽകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഈ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം പുരോഗമിച്ചു വരികയാണ്. കൂടുതൽ നടപടി സംബന്ധിച്ച് ഇന്ന് ഒരു വ്യക്തത വരും. അതുപോലെ തന്നെ SIT സംഘം അവിടെ ദേവസ്വം വിജിലൻസ് SP-യുമായി കൂടിക്കാഴ്ച നടത്തുകയും തുടർ പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.